ദ ജേർണലിസ്റ്റിലേക്ക് പരിശുദ്ധ റമദാൻ മാസത്തിന്റെ ആരംഭം മാർച്ച് 10-ാം തീയതി. അന്ന് റഫ എന്ന് പറയുന്ന 14 ലക്ഷത്തോളം ജനങ്ങൾ, അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന പ്രദേശം പൂർണ്ണമായും തകർത്തില്ലാതാക്കുമെന്ന ഭീതി വിതച്ചുകൊണ്ടാണ് ഇസ്രായേലിന്റെ വാർ ക്യാബിനറ്റ് മന്ത്രിയായ ബെന്നി ഗാൻസ് കഴിഞ്ഞ ദിവസം വളരെ ഗുരുതരമായ ഒരു പ്രസ്താവന നടത്തിയത്. മാർച്ച് 10 വരെ ഞങ്ങൾ ക്ഷമിക്കുമെന്നും അതിനുള്ളിൽ ബന്ദികളെ വിട്ടു തന്നില്ലെങ്കിൽ മുഴുവൻ സന്നാഹങ്ങളും ഉപയോഗിച്ച് ഞങ്ങൾ റഫയിലേക്ക് കടന്നു കയറുമെന്നും സർവ്വ സന്നാഹങ്ങളും ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ആക്രമണം നടത്തുമെന്നും ഒക്കെയായിരുന്നു ബെന്നി ഗാൻസ് പറഞ്ഞത്. തീവ്ര വലതുപക്ഷവാദിയായ ബെന്നി ഗാൻസിന്റെ ആ വാക്കുകളെ ഇസ്രായേൽ ഭരണകൂടം തിരുത്തി പറഞ്ഞിട്ടില്ല. ശക്തമായ ആക്രമണത്തിന് ഇസ്രായേൽ കളമൊരുക്കുന്നുവെന്നാണ് ഇപ്പോഴും പുറത്തു വരുന്ന സൂചനകൾ. അതിനിടയിൽ യുദ്ധത്തിന് ഒരു മാസങ്ങളോളം നീണ്ടു നിൽക്കുന്ന ഒരു വെടിനിർത്തൽ കൊണ്ടുവരാൻ വേണ്ടി അമേരിക്കയുടെയും ഈജിപ്തിന്റെയും ഖത്തറിന്റെയും ഒക്കെ നേതൃത്വത്തിൽ വലിയ ചർച്ചകൾ നടക്കുന്നുണ്ട്. അതിൽ ഇസ്രായേലും പങ്കെടുക്കുന്നുണ്ട്. ഇന്നറിയാം അതിന്റെ അന്തിമ തീരുമാനം. എന്തായാലും നിലവിൽ ഇത്തരമൊരു ആക്രമണം റഫയിലേക്ക് ഏത് നിമിഷവും ഞങ്ങൾ നടത്തുമെന്ന് ഇസ്രായേൽ പറയാൻ തുടങ്ങിയിട്ട് ഒരാഴ്ചയായി. പക്ഷേ അറബ് രാജ്യങ്ങളുടെ ശക്തമായ പ്രതിഷേധത്തിന് മുന്നിൽ മുട്ടുവിറച്ച് ഇസ്രായേലിന് ആ പ്രഖ്യാപനം നടപ്പാക്കാൻ കഴിയുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആദ്യം ഇസ്രായേൽ പറഞ്ഞത് ഞങ്ങൾ ഉടൻ ഇടിച്ചു കയറും റഫയിലേക്ക് എന്നായിരുന്നു. പക്ഷെ സൗദി അടക്കമുള്ള UAE അടക്കമുള്ള രാജ്യങ്ങളൊക്കെ ഒന്നിച്ച് യോഗം ചേർന്ന് അമേരിക്കയ്ക്ക് മേൽ സമ്മർദ്ദം ചെലുത്തി ഇസ്രായേലിനോട് പറഞ്ഞു, നിങ്ങൾ ഇങ്ങനെ പോവുകയാണെങ്കിൽ പണിപാളും, ഞങ്ങളുടെ യഥാർത്ഥ സ്വഭാവം നിങ്ങൾ കാണും, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നത് ഞങ്ങൾ ചെയ്യുമെന്ന രീതിയിൽ അറബ് രാജ്യങ്ങൾ മുന്നറിയിപ്പ് കൊടുത്തപ്പോൾ അമേരിക്ക അത് ഏറ്റുപിടിച്ചപ്പോൾ ഇസ്രായേൽ എങ്ങോട്ടും പോകാതെ, അല്ലെങ്കിൽ റഫയെ പൂർണ്ണമായും തകർക്കാൻ ഉള്ളൊരു നീക്കത്തിലേക്ക് പോകാതെ മാറി നിൽക്കുകയായിരുന്നു. പക്ഷേ അതിനുശേഷവും ചെറിയ ആക്രമണങ്ങളൊക്കെ റഫയിലേക്ക് ഇസ്രായേൽ നടത്തുന്നുണ്ട്. ഇപ്പോൾ ഇസ്രായേലിനെതിരെ ശക്തമായ പ്രസ്താവനയുമായി അറബ് രാജ്യമായ ജോർദാൻ രംഗത്തെത്തിയിട്ടുണ്ട്. ജോർദാൻ വളരെ ഷാർപ്പായിട്ടുള്ള ഒരു നിലപാടാണ് ഈ വിഷയത്തിൽ സ്വീകരിച്ചിരിക്കുന്നത്. ഇസ്രായേലുമായി അടുത്തു നിൽക്കുന്ന ഒരു രാജ്യം കൂടിയാണ് ജോർദാൻ. അവർ പക്ഷേ വളരെ സ്ഫോടനാത്മകമായ രീതിയിലാണ് ഇസ്രായേലിന് ഇപ്പോൾ ഒരു താക്കീത് കൊടുത്തിരിക്കുന്നത്. റംസാൻ കാലത്ത് ഇസ്രായേൽ ആക്രമണം നടത്താൻ തുനിഞ്ഞാൽ സംഭവങ്ങൾ സ്ഫോടനാത്മകമായി മാറും, പശ്ചിമേഷ്യ മുഴുവൻ വലിയ പൊട്ടിത്തെറിയിലേക്ക് പോകും, ഒരുപക്ഷെ പിടിച്ചാൽ കിട്ടാത്ത അവസ്ഥ വരുമെന്ന് ഇസ്രായേലിന് ജോർദാൻ മുന്നറിയിപ്പ് കൊടുത്തിരിക്കുകയാണ്. നോക്കുക, അറബ് രാജ്യങ്ങൾക്ക് ഓരോരോ രാജ്യങ്ങൾക്കായി വൈകി വന്ന വിവേകത്തിന്റെ അടയാളം എന്ന് വേണമെങ്കിൽ ഇതിനെ വിശേഷിപ്പിക്കാം. കാരണം ഇറാൻ ആദ്യം മുതലേ പറയുന്നതാണ് ഈ രാജ്യങ്ങളോട്, അറബ് രാജ്യങ്ങളോട്, സൗദി അടക്കമുള്ള രാജ്യങ്ങളോട് പറഞ്ഞതാണ്, ഇസ്രായേലിനെ നിലയ്ക്ക് നിർത്തിയില്ലെങ്കിൽ ഇത് ഗുരുതരമായ പ്രതിസന്ധി ഉണ്ടാക്കും, മറ്റ് തലങ്ങളിലേക്ക് ഇത് പോകുമെന്ന്. അന്ന് പക്ഷേ അറബ് രാജ്യങ്ങളൊക്കെ പ്രസ്താവനയിൽ ഒതുക്കി കാര്യങ്ങൾ. പക്ഷെ ഇപ്പൊ അങ്ങനെയല്ല. ഇപ്പോ ഇസ്രായേലിന് മുന്നോട്ട് പോയാൽ മുൻപിൻ നോക്കാതെ ശക്തമായി പ്രതിരോധിക്കാനും അല്ലെങ്കിൽ തിരിച്ചടി ഉണ്ടാകുമെന്ന മുന്നറിയിപ്പ് കൊടുത്ത് അതേ ഭാഷയിൽ തന്നെ തിരിച്ചടിക്കുക എന്ന നിലയിലേക്ക് ഈ അറബ് രാജ്യങ്ങൾ എത്തിയിരിക്കുന്നു. ജോർദാന്റെ ഇപ്പോഴത്തെ പ്രഖ്യാപനം അതിന്റെ ഒരു തെളിവാണ്. പശ്ചിമേഷ്യയിൽ സ്ഫോടനാത്മകമായ ഒരു സാഹചര്യം ഉണ്ടാകാൻ, ശക്തമായ ഒരു തിരിച്ചടി കിട്ടാനുള്ള സാധ്യത ഇസ്രായേലിനുണ്ട് എന്ന് തന്നെയാണ് ഓരോരോ അറബ് രാജ്യങ്ങളുമായി പുറത്തു വരുന്നത് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. നോമ്പ് മാസത്തിൽ അൽ-അക്സ പള്ളിയിൽ പലസ്തീൻ സന്ദർശകരെ നിയന്ത്രിക്കാനുള്ള ഇസ്രായേലിന്റെ പദ്ധതിയും നടപ്പാകില്ല, ഇമാതിരി തോന്നിവാസം കാണിക്കരുത് എന്ന് തന്നെയാണ് ജോർദാൻ ഇപ്പോൾ നിലപാടെടുക്കുന്നത്. ജോർദാന്റെ തലവനായ അബ്ദുള്ള രണ്ടാമൻ രാജാവുമായി കാര്യങ്ങൾ ചർച്ച ചെയ്യാൻ വേണ്ടി പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മെഹ്മൂദ് അബ്ബാസ് അദ്ദേഹം ജോർദാൻ സന്ദർശിച്ചിരുന്നു. ആ സന്ദർശനത്തിന് ശേഷമാണ് ജോർദാൻ ശക്തമായ നിലപാട് ഇസ്രായേലിനെതിരെ സ്വീകരിച്ചത്. ജോർദാനെ സംബന്ധിച്ച് അറബ് രാജ്യങ്ങളോടൊപ്പം നിന്നുകൊണ്ട്, അല്ലെങ്കിൽ അറബ് രാജ്യങ്ങൾ പൊതുവിലെടുക്കുന്ന നിലപാടിനേക്കാൾ കുറച്ചുകൂടി ശക്തമായ നിലപാടെടുത്തുകൊണ്ട് ഇസ്രായേലിന് വലിയ വെല്ലുവിളി ഉയർത്തുകയാണ്. എന്തായാലും റംസാൻ മാസത്തിൽ യുദ്ധത്തിന് ഇറങ്ങി പുറപ്പെട്ടാൽ അത് വലിയ തിരിച്ചടിയാകും, പിന്നെ മുന്നോട്ട് പോക്ക് അസാധ്യമാകുമെന്ന് ഇസ്രായേലിന് മനസ്സിലാകുന്ന നിമിഷങ്ങളിലൂടെയാണ് കാര്യങ്ങൾ കടന്നു പോകുന്നത്.